ഹായ് ഗൈസ്, നമ്മളിന്ന് വേറൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇപ്പം ഞാൻ വീട്ടിലാണുള്ളത്. നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്, കുറേ അലയാനുണ്ട്, പോവാനുണ്ട്. അപ്പം എല്ലാം എടുക്കാം. കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യും. ഇതിൻ്റെ അമ്മ ധാരയോട് ഫുള്ള് കാണുക. എന്നാലും ഗൈസ് ഞങ്ങൾക്കല്ല റിസപ്ഷൻ ഡ്രസ്സില്ല, അപ്പം ഞങ്ങൾ തുല്യ കഴിച്ചിട്ട് പയ്യ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ പറഞ്ഞുതരാം. പറഞ്ഞോ. ഞങ്ങൾക്ക് ഫാൻസി വാങ്ങണം, ആദ്യം മാല വാങ്ങണം, കമ്മൽ വാങ്ങണം, അങ്ങനെ കുറേ ചപ്പച്ചോറ് വാങ്ങാണ്ട്, എന്തൊക്കെയോ വാങ്ങാണ്ട്. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതെ, കല്യാണം നാളെ കേട്ടോ. ഞങ്ങൾ പിന്നെ എല്ലാം ഫങ്ഷൻ ആയതുകൊണ്ട്. ഇതാണ് സനുഷ. ഇവിടെ ഔട്ട്ഫിറ്റ് നോക്കൂ, സൂപ്പർ അല്ലേ സിത്താര? ഔട്ട്ഫിറ്റ് ഗൈസ്, ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. സ്റ്റുഡിയോ, മിഠായി തെരുവ്, ഫ്ലിപ്കാർട്ട്, ഗിഫ്റ്റ്. ഇത് 10 രൂപ. ഗൈസ്, ഇതാണ് എൻ്റെ അനിയൻ വെറുപ്പി പ്രജ്വൽ. ഹായ് പറ. ഗൈസ്, ഞങ്ങളെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഡാഷ്ബോർഡ് 5 million ആയി ഗൈസ്. അപ്പം അതിൻ്റെ വീഡിയോ എടുത്ത് വരികയാണ്. പിന്നെ അല്ലാണ്ട് അപ്പം ഞങ്ങളതിന് വീഡിയോ എടുത്തു. ഞങ്ങൾ എഡിറ്റ് ഈ ലേസിന്റെ ഇവിടെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബ്ലൗസ് മാത്രം അടിച്ച് തന്നാളി, ഇനിയിപ്പോ സാരി എടുക്കേണ്ടി വരും, അല്ലാത്ത കാട്ടോ ഇന്റെ ലേസ് ഇന്റെ അത്രക്ക് വെറുതെ വേസ്റ്റ്. ഗൈസ്, ഫുൾ പ്രശ്നങ്ങളാണ്. നാളെ കല്യാണത്തിലെ ഡ്രസ്സ് മൊത്തം കൊളായി നിൽക്കണ് ഗൈസ്. ഇവലൊക്കെ ഡ്രസ്സ് കൊളായി. ഇവളത് കൊളായി, അന്റെ കൊളായടി. ആ ഓക്കെ, ഇവളത് കൊളായി. എല്ലാരും ടെൻഷനിലാണ് ഗൈസ്. ഇവിടെ ടെൻഷൻ കൂടുമ്പോ എന്തേണോ ഈശ്വര. ഗൈസ്, ഇവിടെ എല്ലാരും ടെൻഷനിലാണ്. മിന്റെയൊക്കെ ഫയർ ആട്ടെ ഗൈസ്. ഗൈസ്, ഗൈസ്, ഇവിടെ ഫുൾ പ്രശ്നമാണ്. നാളെ കല്യാണത്തിനുള്ള ഡ്രസ്സ് അടിച്ചു കൊടുന്നപ്പം എല്ലാ ഡ്രസ്സും കൊളായി. കട ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ കോമഡിയാണ്. ഇതിവിടെ അറ്റത്ത് വെക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കി 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 ഇങ്ങനെ എടുത്തോ, ഇങ്ങനെ എടുത്തോ, കയ്യില് പിടിച്ചോ. ദേവസേന അതിന്റെ ബാക്ക് കൂടെ ഇടുക. ഗൈസ്, ഞങ്ങളിന്ന് സത്യം പറഞ്ഞ വെയ്യ എനിക്ക് സൗണ്ട് ഒച്ചപ്പാടാണ് ഗൈസ് ഇവിടെ. ഗൈസ്, സൗണ്ട് ഇല്ല. 2 ദിവസമായിട്ട് ഓട്ടപ്പാച്ചിലായതുകൊണ്ട് എനിക്ക് വയ്യ സത്യം പറഞ്ഞാല്. ഇപ്പോഴും ഞങ്ങളൊന്നും റെഡി ആയിട്ടില്ല. മിന്നു ജീവിതം മടുത്തു. കല്യാണാണത്, അത് ഫ്ലോപ്പായി. കല്യാണല്ല, ഡ്രസ് അടുത്തേന് പിടിച്ചല്ലേ. കുടിച്ചു ഇതേപോലെ തന്നെ അപ്പൊ ഗൈസ്,
അതാണ് അവസ്ഥ. നാട്ടുകാർ കാണട്ടെ ഇവലൊക്കെ തനി നിറം എന്താണെന്ന് അത്രയൊക്കെ പറയുള്ളൂ. ചൂടായിക്കോട്ടെ തമ്മ ചാവ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഗൈസ് എല്ലാം ഫ്ലോപ്പാണ് സത്യം പറഞ്ഞാൽ. ഒരു ഭാഗ്യല് ജന്തുക്കള് ഗൈസ് ഞങ്ങൾ ഓർണമെന്റ്സ് പാളി. ഗൈസ് ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്റെ മാല കാണുന്നില്ല. ഗൈസ് ഞങ്ങള് നാളെയാണ് കല്യാണം. കല്യാണം ചോറ് കഴിക്കണം. ഗൈസ് കല്യാണം എന്തെങ്കിലും ആയിക്കോട്ടെ. ആയാലും മതില്ല, ചോറിനാ. യെസ് ഗൈസ് ഫുഡ് വന്നു. ക്ലിയർ ആവട്ടെ. ഒക്കെ തിന്നണ തിരക്കിലാണ് ഗൈസ്. നമ്മള് ഇവിടെ ഇരുന്നിട്ട് കുറെ നേരം നമ്മൾ നമ്മൾ പറഞ്ഞു രണ്ടു മൂന്നൊക്കെ ഗൈസ് ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്. പറയ് ഇത് പറയാൻ. ഞങ്ങളിവിടെ ഇടയ്ക്കുള്ള കസ്റ്റമറൊക്കെ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് വിളിച്ചിട്ട് ഞങ്ങൾ വന്നവിടെ ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ മന്തി തീർന്നു. പക്ഷെ ഞങ്ങൾക്ക് കണ്ടില്ലോ, കണ്ടോല്ലേ അറിയില്ല. എന്നാലും ഒരു ചോദിക്കണം, ഒരു മനുഷ്യന്മാർ ചോദിക്കണം, നമ്മുടെ കസ്റ്റമർ എന്തായാലും ചോദിക്കണം. അതാണ് ഒരു എന്താ പറയുക, ഒരു സ്റ്റാഫിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പം ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് ഇപ്പുറം ചോദിക്കുക, ഇപ്പുറത്ത് 2 ക്ലാസ്സോട് ചോദിച്ചു. ഞങ്ങളോട് മാത്രം മന്തി വേണം ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഞങ്ങൾ അത്ര തിന്ന് വെച്ചിട്ട് പ്രതിഷേധിക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യും മറുപടി? അല്ലെങ്കിൽ 2 അടി ഇത് നമ്മൾ എന്ത് ചെയ്യും? റിവ്യൂ ഇടും. ഗൈസ് സമയം ഇപ്പോൾ എത്രയായി? 4:29. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നതാണ്. ഞങ്ങൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാം. ഹായ് ഗൈസ്, നമ്മളപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. പോലുള്ള സാധനം നല്ല കാലുണ്ട്. മന്തി തന്നിട്ടാണ്. മന്തി 2 പീസ് കിട്ടാൻ പകുതി ഓണത്ത് അപ്പോൾ ഞങ്ങൾ പോയതിൽ ആകെ നടന്നത് നിങ്ങളെല്ലാവരും മാല എടുത്തു, മന്തി തിന്നു. ഇതാണ് നടന്ന 2 മന്തി തിന്നത് വീട്ടുകാർക്ക് അറിയില്ല. വ്ലോഗ് വരുമ്പോൾ മന്തി തിന്ന കാര്യം അവർക്ക് അറിയില്ല കേട്ടോ. ഈ വ്ലോഗ് കാണുമ്പോഴേക്കാരും അറിയില്ല. വീട്ടിൽ പോയിട്ട് കൊണ്ടുപോകാം. ആലപ്പുഴ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത്രയുള്ള വീട്ടിൽ ചെന്നിട്ട് എന്താ പരിപാടി? കേക്ക് ഉണ്ടോ ഞാൻ പറയണോ? ബൈ ഗൈസ്. നേരത്തെ വന്നാണ്ട് നേരെ കിടന്ന് ഉറങ്ങി. സമയം ഇപ്പോൾ 6 മണിയായി. ഡ്രസ്സ് അടിച്ച് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ട് വേണം പോവാൻ. ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയി ഗൈസ്. ഗൈസ് നാളെയാണ് കല്യാണം, അതായത് 9-ാം തീയതി. ഇപ്പൊ സമയം എത്രയായി?
ഇപ്പൊ 8:18 ഞങ്ങൾ ഇപ്പോഴും പെരേരാണ് എവിടെ എത്തിയിട്ടില്ല. എവിടെ ഒറ്റ ചോറ് മുട്ടച്ചോറുണ്ടാക്കി കുഞ്ഞാവേ ഇവിടെ വാ, ഇപ്പൊ വരാന്ന് പോയതാ ചോറ് നാനി. ഇവിടെ വാ. ഗൈസ് ഞങ്ങൾക്ക് മടിയാണ്, എന്ത് ചെയ്യാനും ഞങ്ങൾ മടിച്ചാളാണ്. ഞങ്ങളിവിടെ ഉറങ്ങി തിന്ന് ഇരിക്കാണ് പെരേല്. ഞങ്ങൾ പെരക്കാരൊക്കെ പോയിട്ട് ഇവിടുന്ന് ഓലൊക്കെ നേരത്തെ കാലത്തെ കല്യാണത്തിന് പോയി. എന്നിട്ട് ഒരു ബസ് കയറി വേറെ സ്ഥലത്ത് വന്നിക്കാൻ പറഞ്ഞേ. സോ ഞങ്ങൾക്ക് ഇപ്പോഴായിരുന്നു വയ്യ വൈൻഡപ്പ് ചെയ്യാൻ. ഞങ്ങളിവിടെ എത്തി. ഫൈനലി ഞങ്ങള് എവിടെ എത്തി? തൃശ്ശൂർ. തൃശ്ശൂരെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അടുത്ത പരിപാടി. ഹായ് ഫ്രണ്ട്സ്.